നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കുട്ടിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവര് കഴിക്കുന്ന മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് വയറുവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാവുന്നത്. എന്താ ഇതൊക്കെ? എന്തെന്റെ മോളുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഐ എം സോറി. നിങ്ങളുടെ മകളുടെ കാര്യത്തില് ഡോക്ടർ ജോസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായി വീഴ്ചയുണ്ടായി. നിങ്ങളെ അയാളും ഹേമന്തും ചേർന്ന് ചതിക്കായിരുന്നു. ഹേമന്തിന് ഈ കുട്ടിയോടുള്ള പക വീട്ടാനുള്ള ശ്രമമായിരുന്നു. തെറ്റായ മരുന്നുകൾ തന്ന് അനന്യയെ മനഃപൂർവ്വം ഒരു രോഗിയാക്കുമായിരുന്നു ഡോക്ടർ ജോസ്. ഡോക്ടറെ കുറിച്ച് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അനന്യക്കുള്ളൂ. ഇന്ന് സർജറി നടന്നിരുന്നെങ്കിൽ അനന്യ ഒരു പക്ഷേ ഇനി ഒരിക്കലും സർവൈവ് ചെയ്യാനാവാത്ത വിധം കുഴപ്പത്തിലാവുമായിരുന്നു. സർ, എന്തൊക്കെ ഈ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ ചേച്ചി ഇവിടെ? യെസ്, നിങ്ങളുടെയൊക്കെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നത്. ഡോക്ടർ ജോസ് ഈ ഹോസ്പിറ്റൽ ഒരു മറയാക്കി അവയവ കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് വൈകിയ ഞാൻ അറിഞ്ഞത്. ഇനി ഒരു നിമിഷം പോലും അയാളെ ഹോസ്പിറ്റലിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. അയാൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കും. ആ ഹേമന്തിനെ വേണ്ട രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഡോക്ടർ, ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാമോ? ഷുവർ. അജയ് സാർ പറഞ്ഞത് സത്യം. അനന്യക്കുള്ള മെഡിസിൻസ് ഞാൻ കുറിച്ചു തരാം. വിത്തിൻ 2 days ഷീ വിൽ ബി ഓൾ റൈറ്റ്. ഡോക്ടർ, ഇപ്പൊ തന്നെ അനന്യെ ഡിസ്ചാർജ് ചെയ്തേക്ക്. ഓക്കെ സാർ. മേഘ്ന, അമ്മയും ചേച്ചിയും എന്റെ കാര്യത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ടും ഭയക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഡോക്ടർ, പ്ലീസ് കം. എന്റെ മോളെ, എല്ലാം ശരിയാവും. കരയണ്ട കേട്ടോ, ഒന്നുമില്ല.